ഇനി നല്ല ഒരു ടേസ്റ്റി സ്നാക്ക് കണ്ടാലോ. ഇവിടെ ഞാൻ കാണിക്കുന്നത് അവലോണ്ട് ഒരു കട്ട്ലറ്റ് ആണ്, ദാറ്റ് ഇസ് പോഹ കട്ട്ലറ്റ്. നല്ലൊരു ഈവനിങ് സ്നാക്ക് ആണ്. അതിനാവശ്യം ഒരു കപ്പ് പോഹ. അത് നന്നായിട്ട് അതൊന്ന് കഴുകിയിട്ട് ഒരു 5-10 മിനിറ്റ്സ് അതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. പിന്നെ അതിന്റെ വെള്ളം ഒന്ന് നന്നായിട്ട് അതൊന്ന് ഡ്രെയിൻ ചെയ്ത് എടുക്കണം. സോ ഇതൊന്ന് കുറച്ച് ഡ്രൈ ആയിട്ട് ഉണ്ടാവണം, വാട്ടർ ഒന്നും ഉണ്ടാവരുത്. അപ്പൊ അത് കട്ട്ലറ്റ് ശരിക്കായിട്ട് വരില്ല. പിന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്രോഡക്ട്സിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇൻട്രസ്റ്റഡ് നിങ്ങൾ അത് സെലക്ട് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഇവിടെ നന്നായിട്ട് പോഹ നന്നായിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ആയി. പിന്നെ കൈ കൊണ്ട് നന്നായിട്ട് അതൊന്ന് സ്മാഷ് ചെയ്ത് എടുക്കാം. പിന്നെ ഞാൻ ഓൾറെഡി ഒരു 2 മീഡിയം സൈസ് പൊട്ടാറ്റോ ഞാൻ ബോയിൽ ചെയ്തിട്ട് സ്മാഷ് ചെയ്ത് വെച്ചു. സോ അത് അതിൽ ചേർക്കണം. പിന്നെ ഇത്തിരി ഉപ്പിടുക, പിന്നെ ജീരകം, പിന്നെ ഗരം മസാല ഇട്ടിട്ട് പിന്നെ ഈ ഐറ്റംസ് ഒക്കെ അതൊന്ന് ഗ്രേറ്റഡ് ക്യാരറ്റ്, ഉള്ളി, കൊത്തമല്ലിയും ഗ്രീൻ ചില്ലിയും ഇട്ടിട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യണം. സോ വേണമെങ്കിൽ ഗ്രേറ്റഡ് ബീറ്റ്റൂട്ട് ഇടാം. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ഒരു വെജിറ്റബിൾസ് ഒക്കെ അതിൽ ചേർക്കാം. പിന്നെ നന്നായിട്ട് അതൊന്ന് കൈ കൊണ്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ അത് ചെറിയ ഒരു ഉണ്ട എടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് അതൊന്ന് ബോൾ മാതിരി ആക്കിയിട്ട് പിന്നെ അത് ലൈറ്റ് ആയിട്ട് അതൊന്ന് ഫ്ലാറ്റൻ ചെയ്ത് എടുക്കണം. സോ ഞാൻ അങ്ങനെ എല്ലാം ഫ്ലാറ്റൻ ചെയ്ത് എടുത്തു. ഈ അളവിന് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 12 കട്ട്ലറ്റ് കിട്ടി എനിക്ക്. പിന്നെ നമുക്കൊരു പേസ്റ്റ് ഇവിടെ റെഡിയാക്കണം. അതിന് 2 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, കുറച്ച് വെള്ളം ഇട്ടിട്ട് അതൊന്ന് പേസ്റ്റ് മാതിരിയാക്കണം. സോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരണം അത്. പിന്നെ അടുത്തത് നമുക്ക് ആവശ്യം ബ്രെഡ് ക്രംസ്. സോ ഇത് കടയിൽ മടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ബ്രെഡ് മടിച്ചിട്ട് മിക്സിയിൽ അതൊന്ന് പൗഡർ ആക്കാം. സോ ഇതാണ് ഇതിന്റെ ഐറ്റംസ്. പിന്നെ ഒരു ചീഞ്ചട്ടി ഇടാം. പിന്നെ അതിൽ കുറച്ച് ഓയിൽ ഇട്ടിട്ട് അതിൽ ഡീപ് ഫ്രൈ ചെയ്യാൻ ഓയിൽ. ഇത് ഡീപ് ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഷാലോ ഫ്രൈയും ചെയ്യാം. സോ ആദ്യം ഈ കട്ട്ലറ്റ് ആ മാവിലിട്ടിട്ട് ബ്രെഡ് ക്രംസ് അതിന്റെ മേലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിൽ വറുക്കാം. വേണമെങ്കിൽ ഷാലോ ഫ്രൈയും ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് വറുത്ത് എടുക്കാം. സോ ഈ വീഡിയോയിൽ കാണേണ്ട പ്രോഡക്ട്സിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇൻട്രസ്റ്റഡ് നിങ്ങൾ അത് സെലക്ട് ചെയ്തിട്ട് ട്രൈ ചെയ്യാം. സോ നല്ലൊരു ടേസ്റ്റി ഈവനിങ് സ്നാക്കാണ്. ഞാൻ അതുമാതിരി എല്ലാം വറുത്ത് എടുത്തു. സോസ് കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഗ്രീൻ ചട്നി കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം. സോ ഇതാണ് ഇന്നത്തെ റെസിപ്പി. സോ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ടീ ടൈമിൽ നല്ലൊരു സ്നാക്കാണ്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക് this video and subscribe to my channel and support me. Thank you. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.